Hi dears, welcome back. അപ്പോൾ ഇന്നത്തെ റെസിപ്പി കുറഞ്ഞ സമയം കൊണ്ട് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെയാണ്. ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്, അടിപൊളി ടേസ്റ്റുമാണ്. ഇത് നെയ്യപ്പം അല്ല കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്, ഒരു നാടൻ പലഹാരമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയിട്ടുള്ളത് നോക്കാം. അതിനു മുന്നേയായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ പച്ചരി വെച്ചിട്ടാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കിയിട്ടുള്ളത്. ഇതേ രീതിയിൽ നമുക്ക് അരിപ്പൊടി വെച്ചിട്ടും തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് പച്ചരി ഒരു 3-4 മണിക്കൂർ മുന്നേ തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് തേങ്ങ ചിരകിയതാണ്. തേങ്ങ ചേർക്കാതെയും ഉണ്ടാക്കിയെടുക്കാം, പക്ഷേ തേങ്ങ കൂടെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഏകദേശം ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ശേഷം മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. മധുരം നോക്കിയിട്ട് പഞ്ചസാരയുടെ അളവിൽ വ്യത്യാസം വരുത്തുകയും ചെയ്യാം. കൂടെ തന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു മുട്ടയാണ്. ഒരു മുട്ട പൊട്ടിച്ചിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് കൂടി പോവരുത്, അരിയുടെ ഒപ്പം മാത്രം നിന്നാൽ മതി, ഒരിക്കലും കൂടി പോവരുത്. കുറച്ച് കട്ടിക്കാണ് ഈ ഒരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി അഥവാ വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടി ചേർത്തിട്ടൊന്ന് മിക്സാക്കി എടുത്താലും മതിയാവും. ഒരുപാട് കട്ടിയായിട്ട് പോവുകയും വേണ്ട, എന്നാൽ നല്ല ലൂസായിട്ട് പോവുകയും വേണ്ട. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം. കഴിയുന്നുണ്ടെങ്കിൽ ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ഒന്നും കൂടെ നല്ലതാണ്. അപ്പം ചുട്ട് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വേണം ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുള്ള എണ്ണയുടെ സെൻറ്ററിലേക്കായിട്ട് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു സമയത്ത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ മുകളിലേക്കായിട്ട് പൊങ്ങി വരും. ആ ഒരു സമയത്ത് എല്ലാ സൈഡിൽ നിന്നും ചട്ടുകം വെച്ചിട്ട് എണ്ണ അതിൻ്റെ സെൻറ്ററിലേക്കായിട്ട് ഒന്ന് തൂവി കൊടുക്കാം. അപ്പോൾ നല്ല കറക്റ്റ് ഷേപ്പിൽ കിട്ടുകയും ചെയ്യും. ഇനി നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റായിട്ട് ചുട്ടെടുക്കുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നിർബന്ധമൊന്നുമില്ല കേട്ടോ. നന്നായിട്ട് പൊങ്ങി കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ 1/2 മണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാലും മതിയാവും. അപ്പോൾ ഒരു ഭാഗം ആയി കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ നെയ്യപ്പം പോലെ തന്നെ സൈഡ് ഭാഗമൊക്കെ നല്ല നെരിഞ്ഞിട്ടും ഉൾഭാഗം കുറച്ച് സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. ഈ ഒരു സൈഡിൽ ആ ഒരു മൊരിഞ്ഞിട്ടുള്ള ഭാഗം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ തിരിച്ചും മറിച്ചു വിട്ടിട്ട് 2 ഭാഗവും കളറൊക്കെ മാറി നന്നായിട്ട് വെന്ത് കിട്ടിയാൽ ഇനി എണ്ണയിൽ നിന്ന് മാറ്റാം. കൂടുതൽ എണ്ണ പിടിക്കുകയൊന്നുമില്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ്. കണ്ട ഇതിൻ്റെ ആ ഒരു സൈഡിലും മുകൾ ഭാഗത്തേക്കായിട്ട് ഒരു ബ്രൗൺ കളറായിട്ടുള്ള ആ ഒരു ഭാഗം കഴിക്കാൻ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. എല്ലാം ഉൾഭാഗമൊക്കെ കഴിക്കാൻ ടേസ്റ്റാണ്, പക്ഷേ ആ ഒരു ഭാഗത്തിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതും ചുട്ടെടുക്കാം. ഇനി നിങ്ങൾക്ക് പച്ചരിക്ക് പകരം അരിപ്പൊടി വെച്ചിട്ടും ഇതേ രീതിയിൽ ചെയ്തെടുക്കാം. അപ്പോൾ വെള്ളം ഒഴിക്കുന്നതിന് പകരം കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അപ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ പലഹാരമാണ്. കോരുകുത്തിയപ്പം എന്നൊക്കെ ഇതിന് പറയാറുണ്ട്. ഓരോ നാട്ടിലും ഓരോ പേരിലാവും. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും. പിന്നെ ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്. റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഒരുപാട് ഇൻഗ്രീഡിയൻസും ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ എപ്പോഴുള്ള സാധനങ്ങൾ മാത്രം മതിയാവുമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ. ബൈ. താങ്ക് യു.